ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നുള്ളത് പുനലൂരിൻ്റെ നഗരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുനലൂർ തൂക്കുപാലത്തിലാണ്. വളരെ അധികം പ്രത്യേകതകളുള്ള ഒരു തൂക്കുപാലമാണ്. 1877 ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഇത് നിർമ്മിച്ചത്. കല്ലടയാറിൻ്റെ കുറുകെ ഇത് 1877 കല്ലടയാറിൻ്റെ കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പലകയും തമ്പായം എന്ന് പറയുന്ന പലകയും കല്ലും മാത്രമാണ് കേരളത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. 1877 നിർമ്മിക്കുകയും 1880 ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ തമിഴ്നാടുമായിട്ടുള്ള വാണിജ്യബന്ധം കൂടുതൽ ദൃഢമാക്കാനും സഞ്ചാരപാത കൂടുതൽ വിശാലമാക്കാനുമാണ് ഈ പറയുന്ന നമ്മുടെ നിർമ്മാണ പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കിണറുകൾ 4 സൈഡിലും കാണാൻ സാധിക്കും, 2 മൂലയ്ക്കും കാണാൻ സാധിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് 53 പാളികളായിട്ട് കണ്ണികളായിട്ട് തിരിച്ചിരിക്കുന്ന 2 സൈഡിലും തിരിച്ചിരിക്കുന്ന ചങ്ങല കൂട്ടി യോജിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം നേരെ ഈ കിണറിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയൊരു ടെക്നിക്കൽ റൂമിലേക്കാണ് പോയിരിക്കുന്നത്. ആ ടെക്നിക്കൽ റൂമിലേക്ക് നമുക്ക് ചെന്നെത്താൻ വേണ്ടിയുള്ള വഴിയാണ്, നമുക്കല്ല അതിൻ്റെ ടെക്നിക്കൽ ടീമിലേക്ക് ചെന്നെത്താനുള്ള വഴിയാണ് ഈ പറയുന്ന കിണറെന്ന് പറയുന്നത്. ഈ കിണർ ഒരിക്കലും നിറയാറില്ല. ഈ കിണറിലേക്ക് വരുന്ന വെള്ളം ഈ ചെന്ന് എത്തുന്നത് പതിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലടയാറിലേക്കാണ്. കല്ലടയാറെന്ന് പറയുമ്പോൾ പൊതുവേ ശാന്തമായി തോന്നുമെങ്കിലും വളരെയധികം അടിയൊഴുക്കും നീരൊഴുക്കും ഉള്ളൊരു ആറാണ്. അന്നത്തെ കാലത്ത് 1877 ഇത് നിർമ്മിച്ചതിന് ശേഷം ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിനുള്ളിലൂടെ ഒരു 6 ആനകളെ കൊണ്ടുപോകുകയും തൊട്ടതിൻ്റെ അടിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ബോട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുത്തത്. പിന്നുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കാട്ടുമൃഗങ്ങൾ കയറും എന്നുള്ളൊരു ആശങ്ക, കയറിയിട്ട് ജനവാസ മേഖലകളിലേക്ക് എത്തും എന്നൊരാശങ്ക ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനായിട്ട് ഇതിലേക്ക് വരുന്ന കാട്ടുമൃഗങ്ങൾ ഇതിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിനകത്തൊരു സസ്പെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഇതിനകത്തൂടെ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഈ പറഞ്ഞ പോലെ ആൽബർട്ട് ഹെൻറി ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 1877 നിർമ്മിച്ചത് 1880 ജനങ്ങൾക്ക് കൊടുത്തത് 1974 വരെ ഇത് ഉപയോഗിച്ചിരുന്നു. കാരണം 1974 തൊട്ടപ്പുറത്തൊരു കോൺക്രീറ്റ് പാലം വരുന്നിടം വരെ ഉപയോഗിച്ചിരുന്നു. എന്തായാലും 1974 ശേഷം ഇതിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി പണ്ട് മുതലേ ഉണ്ടല്ലോ, റോഡുണ്ടാക്കി കഴിഞ്ഞാലും അവിടെ പോയി കുളം കുത്തുന്ന പരിപാടിയാണ് അന്നും കാണിച്ചത്. അതിൻ്റെ നടുവിലൂടെ ഈ വാട്ടർ അതോറിറ്റി ഒരു വാട്ടർ ലൈനിൻ്റെ പൈപ്പ് കൊടുക്കുകയും അത് പൊട്ടി ക്ലോറിൻ കലർന്ന വെള്ളം അവിടെ വീഴുകയും അതുമൂലം ആദ്യം ഉണ്ടായിരുന്ന പാലത്തിൻ്റെ പല കാര്യങ്ങളും നശിച്ചു പോവുകയും ചെയ്തു. പിന്നെ 1990 പുരാവസ്തു ഏറ്റെടുക്കുകയും ഇത് നവീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത് പൂർവാധികം ശക്തിയോടെ വന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ജനങ്ങൾക്ക് കാണുന്ന രീതിക്ക് മുന്നോട്ട് പോയത്. എങ്കിലും ആ സസ്പെൻഷൻ സൗണ്ട് ഇപ്പോഴും അതിനകത്തുണ്ടായിട്ടില്ല. കാരണം ഈ കിണറിലൂടെ ഇന്നേ വരെ ആരും ഇറങ്ങി ആ ടെക്നിക്കൽ റൂമിലേക്ക് ഇറങ്ങി ഇതിൻ്റെ സാങ്കേതികവിദ്യ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇതിൻ്റെ സാങ്കേതികവിദ്യ ആർക്കും പറഞ്ഞു നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.